സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ. പരസ്യ ആവശ്യങ്ങൾക്കായി നിയമാനുസൃതമായ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്ന് ജയസൂര്യ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നു. 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്ന സമൻസ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും നുണപ്രചരണമാണ് എന്നുമാണ് വിശദീകരണം. തട്ടിപ്പിലെ പ്രധാന പ്രതി സാത്വിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്ന് ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയതായി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എല്ലാം നിഷേധിക്കുകയാണ് ജയസൂര്യ, ഒപ്പം മാധ്യമങ്ങളെ അടക്കം വിമർശിക്കുന്നുമുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന തരത്തിൽ. എന്തായാലും വീണ്ടും ജയസൂര്യ ഈട് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ 2 തവണ ജയസൂര്യയെയും ഒപ്പം ജയസൂര്യയുടെ ഭാര്യയായിട്ടുള്ള സരിത ജയസൂര്യയെയും ഇഡി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനുശേഷം വീണ്ടും ഇപ്പോൾ അടുത്ത ആഴ്ച കൂടി ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജയസൂര്യ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരസ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങൾക്കാണ് പലരും തന്നെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ പിന്നീട് തട്ടിപ്പ് നടത്തുമോ എന്നുള്ളതൊന്നും തന്നെ തനിക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പരസ്യ ആവശ്യങ്ങൾക്കായി തന്നെയാണ് സാദിഖ് റഹ്മാനും ജയസൂര്യയെ സമീപിച്ചിരിക്കുന്നത്. താൻ നികുതി അടക്കുന്ന ആളാണ്. തനിക്ക് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണ ചോദ്യം ചെയ്തതിന് പുറമെ അല്ലാണ്ട് 7-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സമൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ജയസൂര്യ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണയൊക്കെ ചോദ്യം ചെയ്തതിലും ഒപ്പം തന്നെ ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നെല്ലാം തന്നെ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്കായിട്ട് 1 കോടിയിലധികം രൂപയാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജയസൂര്യ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെയെല്ലാം തന്നെ പരസ്യ ആവശ്യങ്ങൾക്കായിട്ട് തനിക്ക് ലഭിച്ചിട്ടുള്ള പണമാണ്. ഈ പണത്തിനൊക്കെ കൃത്യമായിട്ട് താൻ നികുതി അടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ജയസൂര്യ പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീജ.